Learning, powered by Elegant Central Education and Research Center. മലയാളം അക്ഷരമാലയിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടല്ലോ. അവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്വരാക്ഷരങ്ങളിലെ ആദ്യ അക്ഷരമായ ആ എന്ന സ്വരം ലഭിക്കുന്നതിനായി പ്രത്യേകം ചിഹ്നങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഓരോ വ്യഞ്ജനാക്ഷരവും അതിൻ്റേതായ സ്വരത്തിൽ ഉച്ചരിച്ചാൽ അവസാനിക്കുന്നത് അ എന്ന സ്വരത്തിലായിരിക്കും. ഉദാഹരണമായി വ്യഞ്ജനാക്ഷരങ്ങളായ ത, ക, ഡ, പ, മ ഈ അക്ഷരങ്ങളുടെ അവസാനം കേൾക്കുന്ന സ്വരം സ്വരാക്ഷരത്തിലെ ആ എന്ന സ്വരമാണ്. പ്രത്യേകം ചിഹ്നങ്ങൾ ആവശ്യമില്ല. ചിഹ്നങ്ങളൊന്നും ആവശ്യമില്ലാതെ ആ എന്ന സ്വരാക്ഷരവുമായി ബന്ധമുള്ള കുറച്ചു വാക്കുകൾ ചുവടെ കൊടുക്കുന്നു. കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതണേ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.